ഹായ്, നമ്മളിന്ന് പോകുന്നത് ടൈക്രോസ് സൂവിലേക്കാണ്. അവിടേക്കൊരു 25 മിനിറ്റ്സ് ഡ്രൈവായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ സൂവിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അവിടെ നല്ല തിരക്കായിരുന്നു. സ്പ്രിംഗ് ഹോളിഡേയ്സ് ആയതുകൊണ്ട് കുട്ടികളെയും കൊണ്ട് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു 2 ഗ്രൗണ്ട് കാർ പാർക്കിംഗ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഗ്രൗണ്ടിലാണ് ഞങ്ങൾക്ക് കാർ പാർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. അവിടുന്ന് കുറച്ച് നടന്ന് ബാക്കിലേക്ക് വരണമായിരുന്നു സൂവിലേക്ക് പോകാനായിട്ട്. അങ്ങനെ ഞങ്ങൾ കാർ പാർക്ക് ചെയ്തിട്ട് സൂവിനകത്തേക്ക് കടന്നു. പതിയെ സൂവിലേക്ക് കടക്കുമ്പം തന്നെ അവിടെ കുറച്ച് സോഫ്റ്റ് പ്ലേ ഒക്കെ ഉണ്ട്. ഞങ്ങൾ നേരെ സൂവിനകത്തേക്ക് തന്നെയാണ് പോയത്. അവിടെ കുറച്ച് കൗണ്ടേഴ്സ് ഉണ്ടായിരുന്നു ടിക്കറ്റ്സ് വെരിഫൈ ചെയ്യാനായിട്ട്. അവിടുന്ന് ഒരു ലീഫ്ലെറ്റ് പോലെ നമുക്ക് തരുന്നുണ്ട്, മാപ്പും പിന്നെ ഒരു ചലഞ്ച് വെച്ചിട്ട്, ദ ആനിമൽ ഡിറ്റക്റ്റീവ് ചലഞ്ച്. അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസും പസിൽസും ഒക്കെ ഉണ്ട്. ഇതൊക്കെ ഫില്ല് ചെയ്ത് നമ്മൾ റിട്ടേൺ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഗിഫ്റ്റ് കിട്ടുമെന്നാണ് അവർ പറയുന്നത്. അങ്ങനെ നമ്മൾ ഓരോ ആനിമൽസിനായിട്ട് കാണാൻ തുടങ്ങി. കുട്ടികൾ നല്ല എക്സൈറ്റഡ് ആയിരുന്നു, കാരണം അവർ കുറേ നാളിന് ശേഷമാണ് സൂവിൽ പോകുന്നത്. എല്ലാ കേജിന് മുന്നിലും ഏത് ആനിമലാണെന്നും അവരുടെ എല്ലാ കാര്യങ്ങളും അതിനകത്ത് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നാണ് അവർ ആ ക്വസ്റ്റ്യൻ ആ ലീഫ്ലെറ്റിൽ ചോദിക്കുന്നത്. അതപ്പം നമ്മൾ അവിടെ നിന്ന് റീഡ് ചെയ്താൽ നമുക്ക് ആ ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ ചെയ്യാൻ പറ്റും. ഇതെല്ലാം ഗിബ്ബോൺസ് ആണ്. ഇതിനായിട്ടൊരു പ്രത്യേക ഏരിയ തന്നെയുണ്ട് അവിടെ. ഇവർക്ക് കുറച്ച് ഇങ്ങനെ അവർക്ക് ഫ്രീ ആയിട്ട് നടക്കാനായിട്ടും എല്ലാം ഇങ്ങനെയെല്ലാം കെട്ടിയിട്ടിട്ടുണ്ട്. പിന്നെ കണ്ടത് ഒറാൻകുട്ടനെ ആയിരുന്നു. അവിടെ ഒരാളെ ഞങ്ങൾക്ക് വെളിയിൽ കാണാൻ പറ്റിയുള്ളൂ. ചൂടായതുകൊണ്ട് കുറച്ച് പേരൊക്കെ അകത്ത് കയറി ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ ലാംഗോർ ആയിരുന്നു. അത് നല്ല ക്യൂട്ട് ഫേസ് ആയിട്ട് നമ്മളെയൊക്കെ നോക്കി എല്ലാവരെയും നോക്കിയൊക്കെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടുകയും ഒരാളെ പിടിച്ച് തള്ളിയിടുകയും ഒക്കെ ചെയ്ത് അവർ നല്ല കളിയായിരുന്നു എല്ലാവരും. പിന്നെ ഞങ്ങൾ പോയത് ബേർഡ്സിൻ്റെ ഏരിയയിലേക്കാണ്. അവിടെ നമുക്ക് ബേർഡ്സിനെ ഫീഡ് ചെയ്യാനുള്ള ഇതൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ പോയത് ടോട്ടോയ്സിനെ കാണാനാണ്. 2 വലിയ പാറ പോലത്തെ ടോട്ടോയ്സ് ആയിരുന്നു. ആദ്യം അവർ അനങ്ങുന്നുണ്ടായിരുന്നില്ല, പിന്നെ പതിയെ അനങ്ങി വന്നപ്പോഴാണ് ഇവർ ഇത്ര വലുതാണെന്ന് മനസ്സിലായത്. ഈ വീഡിയോ കാണുമ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ പോയത് റെപ്റ്റൈൽസിൻ്റെ അടുത്തേക്കാണ്. അവിടെ ഒരു വലിയ പാമ്പുണ്ടായിരുന്നു. പിന്നെ ക്യാമലിയോൺ, കളർ മാറുന്ന തരത്തിലുള്ള ഓന്തായിരുന്നു തോന്നുന്നു. നല്ല എന്തായാലും കളറായിരുന്നു ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും. നല്ല ഒരു വെറൈറ്റി കളറായിരുന്നു. പിന്നെ ക്രോക്കഡൈലിൻ്റെ കുഞ്ഞ്, പിന്നെ ചെറിയ ആമ, അതിനെല്ലാം കണ്ടു. പിന്നെ ചിമ്പാൻസിയുടെ അടുത്തേക്കാണ് പോയത്. അവിടെയും ഞങ്ങൾ ഒരാളെ കണ്ടുള്ളൂ. അടുത്തതായിട്ട് ഗൊറില്ലാസ് ആയിരുന്നു. ആ ഗൊറില്ലാസ് കുറേ പേരുണ്ടായിരുന്നു. അവരങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുകയും ആൾക്കാരെയൊക്കെ കണ്ടിട്ട് ഇതിന് ചുറ്റിനും ആൾക്കാർ നിന്ന് നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവർ നല്ല കളിയായിരുന്നു. പിന്നെ അവരകത്തേക്ക് കയറി വന്ന് അവിടെ നിന്ന് കുട്ടികളെ നോക്കിയുമാണ്. പിന്നെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയായി, ബോൾ എറിഞ്ഞ് കളിക്കുക, അങ്ങനെ അവർ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ട് തന്നെയാണ് അതിനകത്തിരിക്കുന്നത്. അവർക്ക് ജീവിക്കാനുള്ള ഒരു സൗകര്യം തന്നെ അതിനകത്ത് അവർ ഒരുക്കിയിട്ടുണ്ട്. അവർക്ക് കളിക്കാനും എല്ലാ തരത്തിലുള്ള അവർ ഈ കയറുകളെല്ലാം തൂങ്ങി ആടിയും എല്ലാം അവർ നന്നായിട്ട് നമ്മളെ രസിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അവർ ആ കയറുകളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളിയിടുന്നതൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വന്ന് ഊഞ്ഞാലാടാനുള്ള വരവാണ് വരുന്നത്. ഊഞ്ഞാലാടുമ്പോൾ തന്നെ നമുക്കറിയാം, നമ്മൾ ചെയ്യുന്ന മാതിരി ഊഞ്ഞാലാടി തിരിഞ്ഞു വരുമ്പോൾ കാലുകൊണ്ട് ആ തടിയിൽ ചവിട്ടിയാണ് ആൾ വീണ്ടും അത് കറക്കി വിടുന്നത്. നല്ല രസമായിരുന്നു. എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. കുട്ടികളെല്ലാം നല്ല കൈ കൊട്ടി അവരെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കണ്ടത് മീർക്യാറ്റിനെ ആയിരുന്നു. നല്ല ക്യൂട്ട് മൂവ്മെൻറ്റ്സ് ഒക്കെ ആയിട്ട് അവിടെ ഇരുന്ന് എല്ലാവരെയും തലപൊക്കിയൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ 2 സീബ്ര കുട്ടന്മാരെ കണ്ടു. ഈ സൈഡിൽ 2 പേരുണ്ടായിരുന്നുള്ളൂ. അപ്പുറത്തെ സൈഡിലായിട്ട് വീണ്ടും 2 പേര് നിൽപ്പുണ്ട്. പിന്നെ നമ്മുടെ ഡീറിൻ്റെ വിഭാഗത്തിൽപ്പെട്ട ഒരു അനിമലിനെ കണ്ടു. പിന്നെ നമ്മുടെ ടൈഗർ ആയിരുന്നു നെക്സ്റ്റ്. ടൈഗറിൻ്റെ അടുത്ത് ഒരുപാട് സമയം നിന്ന് എല്ലാവരും പിക്ചേഴ്സൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ അടുത്തൊരു പിക്ചർ കിട്ടാൻ ഞങ്ങൾ ഈ കേജിന് ചുറ്റും നടന്നിട്ടാണ് ഇങ്ങനെ അടുത്ത് നമ്മൾ ഒരിടത്ത് വരുമ്പോൾ അടുത്തടുത്തേക്ക് പോകും. അവസാനം വന്ന് ഒരിടത്ത് ഇരുന്നപ്പോഴാണ് ഇങ്ങനെ ഒരു പിക്ചർ കിട്ടിയത്. എല്ലാവരും കുറേ നേരം ടൈഗറിൻ്റെ അടുത്ത് ചിലവഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പോയത് ലെപ്പേർഡിനെ കാണാനായിട്ടാണ്. പക്ഷെ ലെപ്പേർഡിൻ്റെ പിക്ചേഴ്സൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കാരണം നല്ല തിരക്കായിരുന്നു അവിടെ. പിന്നെ ജിറാഫ് 2 വലിയ ജിറാഫുകളായിരുന്നു ഉണ്ടായിരുന്നത്. അവർ അവിടെ നിന്ന് എന്തൊക്കെയോ തിന്നൊക്കെ നിൽപ്പുണ്ടായിരുന്നു. പിന്നെ റൈനോയെ ഞങ്ങൾ ഒരു റൈനോയെ കണ്ടുള്ളൂ. ആരോ പറഞ്ഞു അതിനകത്ത് ഒരെണ്ണം കൂടി ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങളൊന്നിനെ കണ്ടുള്ളൂ. അവരെല്ലാം റെസ്റ്റായിരുന്നു, നല്ല ചൂടായതുകൊണ്ടാണെന്ന് തോന്നുന്നു. പിന്നെ നല്ലൊരു ക്യൂട്ട് കുഞ്ഞു മങ്കി ഉണ്ടായിരുന്നു. അതിനെ അമ്മ എടുത്തുകൊണ്ട് പോകുമ്പോൾ അതിങ്ങനെ വയറിൻ്റെ അവിടെ അള്ളി പിടിച്ച് കിടന്ന് പോകുന്ന കാണാൻ നല്ല രസമായിരുന്നു. ഇവിടെ എല്ലാം ഇങ്ങനെ മരങ്ങളുടെ ഒരു ഇതുപോലെ വെച്ചിട്ടുണ്ട്. പക്ഷേ അതെല്ലാം ഇങ്ങനെ നമ്മുടെ സിമെൻറ്റ് കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്.
പിന്നെ ഞങ്ങൾ പോയത് വാട്ടർ വേയിലേക്കാണ്. അവിടെയാണ് ഫ്ലമിംഗോ ഉള്ളത്. പിന്നെ പെൻഗ്വിൻ ഉണ്ടായിരുന്നു അവിടെ. പെൻഗ്വിൻസൊക്കെ ആയിട്ട് നല്ല ക്യൂട്ടായിരുന്നു. ഇവരുടെ ഇത് കളികളും ഇവർ വാട്ടറിലൂടെ നടക്കുന്നത് കാണാനും എല്ലാം അവിടെ എല്ലാം നിറച്ച് ആൾക്കാരായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഈ മീട്ടു ഇപ്പോൾ ഇങ്ങനെ ഓടിച്ചാടി പോകുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ വെള്ളത്തിൽ കളിക്കാനായിട്ടാണ്. കളി കഴിഞ്ഞപ്പോഴേക്കും അവളൊരു നനഞ്ഞ കോഴിയെ പോലെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് പിക്ചേഴ്സൊക്കെ എടുത്തു. ഇതിൽ ഞാൻ എല്ലാം ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. ഇനി ബട്ടർഫ്ലൈസ് ഉണ്ട്, ഉറുമ്പുകളുണ്ട്, കുഴയും മാനുകളുണ്ടായിരുന്നു. അതെല്ലാം എനിക്ക് വീഡിയോ എടുക്കാനും ഇതിനകത്ത് ഉൾപ്പെടുത്താനും പറ്റിയിട്ടില്ല. ഫുഡൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ നമുക്കിരുന്ന് കഴിക്കാനൊക്കെ അവിടെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ലോണുണ്ട്, ചെയർസും ടേബിൾസും ഒക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ടിക്കറ്റ് ബ്ലൂ ലൈറ്റ് കാർഡ് വഴി എടുത്തത് കൊണ്ട് എനിക്ക് നല്ല ഓഫർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. നല്ലൊരു പ്ലേസാണ്. കുട്ടികളുമായിട്ട് പോയി എൻജോയ് ചെയ്ത് ഒരു 1 ഡേ നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാനുള്ളതുണ്ട്.